ഈ പെൺകുട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് ദേഷ്യം വന്ന അവളുടെ മുത്തശ്ശി ഫുഡും ടേബിളും തട്ടിയെറിഞ്ഞ് അവളെ അവിടെ നിന്ന് പോകാൻ പറയുന്നു. പക്ഷെ അവൾ മുത്തശ്ശി വഴക്ക് പറയുന്നത് കാര്യമാക്കാതെ വീണ്ടും ആ ടേബിൾ എടുത്തു വെച്ച് മുത്തശ്ശിക്ക് ഫുഡ് കൊടുക്കുന്നു. കൂടുതൽ ദേഷ്യം വന്ന മുത്തശ്ശി അവളുടെ കൈ പിടിച്ച് കടിക്കുന്നു. ഭാഗ്യത്തിന് അവിടേക്ക് വന്ന നെയ്ബർ മുത്തശ്ശിയെ പിടിച്ചു വെച്ച് അവളെ അവിടെ നിന്ന് പോകാൻ പറയുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി സ്വന്തമായി കയ്യിൽ കടിക്കുന്നു. ആക്ച്വലി ഈ മുത്തശ്ശിക്ക് കുറച്ചുനാളായി മറവി രോഗം ബാധിച്ചിരിക്കുകയാണ്. തന്റെ പേരക്കുട്ടികളെ പോലും മറന്നു പോകുന്ന സ്റ്റേജിലെത്തുന്നു. കൈക്കുഞ്ഞായ പേരക്കുട്ടിയെ നല്ലതുപോലെ കെയർ ചെയ്യാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കി ഇവൾ തന്റെ അനിയത്തിയെ കുഞ്ഞുങ്ങളില്ലാത്തൊരു ഡോക്ടർ ദമ്പതിക്ക് ദത്ത് നൽകുന്നു. ആ ദേഷ്യത്തിലാണ് മുത്തശ്ശി ഇവളോട് ഇങ്ങനെ പെരുമാറിയത്. കുറച്ചുനാൾ കഴിഞ്ഞ് ആ ഡോക്ടർ ദമ്പതികൾ ഇവളെയും ദത്തെടുക്കുന്നു. പക്ഷെ ഇവൾക്ക് മുത്തശ്ശിയെ ഈ അവസ്ഥയിൽ ഉപേക്ഷിക്കാൻ മനസ്സിലാത്തത് കൊണ്ട് വീണ്ടും മുത്തശ്ശിയെ കാണാൻ വരുന്നു. പക്ഷെ മുത്തശ്ശിക്ക് അവളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഓർമ്മ നശിച്ചിരിക്കുന്നു. അത് കണ്ട് സഹിക്കാനാവാതെ അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. മുത്തശ്ശിയുടെ അവസാന നിമിഷങ്ങളിൽ അവരോടൊപ്പം ആയിരിക്കുന്നതിനായി മുത്തശ്ശിയും കൊണ്ട് അവരുടെ പഴയ വീട്ടിലേക്ക് തന്നെ വരുന്നു. ഒരു ദിവസം മുത്തശ്ശിക്ക് ഒട്ടും വയ്യാതാവുന്നു. അപ്പോഴാണ് അവർക്ക് തന്റെ പേരക്കുട്ടികളെ എത്രത്തോളം ഇഷ്ടമായിരുന്നെന്ന് പറയുന്നത്. അതിനുശേഷം മുത്തശ്ശി മരിക്കുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അവൾ വലിയൊരു ഫോട്ടോഗ്രാഫറായി മാറിയിരിക്കുന്നു. പക്ഷെ അവൾ എത്ര വലിയ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും തന്റെ മുത്തശ്ശിയോടൊപ്പം സന്തോഷത്തോടെ എടുത്ത ഫോട്ടോയാണ് അവൾക്ക് എപ്പോഴും സ്പെഷ്യലായി തോന്നിയിട്ടുള്ളത്.